ശരിക്കും ഞാൻ വീണ്ടും സുധീഷുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മുടെ ഈ വള്ളവും അതുപോലെ തന്നെ പാടത്ത് വെള്ളം നനയ്ക്കാനുള്ള ഈ സംവിധാനമൊക്കെ ഈ കൺസെപ്റ്റൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നു അത് മനസ്സിൽ? ഇല്ല, മനസ്സിൽ എനിക്ക് എപ്പോഴും ഗ്രാമമാണ് ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ്. ഗ്രാമം നമ്മൾ ഞങ്ങൾ ഒരുപാട് സിറ്റിയാണല്ലോ, പക്ഷേ ഗ്രാമത്തോടാണ് ഏറ്റവും ഇഷ്ടം എനിക്ക്. അപ്പോൾ ആ ഗ്രാമത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് കൺസെപ്റ്റാണ്. അത് വെള്ളമുണ്ട്, ഈ വെള്ളം, അതുപോലെ ഇത് ജലചക്രം, നമ്മുടെ കാള പൂട്ടുന്ന അതുണ്ടല്ലോ, കലപ്പ, എല്ലാം നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് എന്നാലല്ല ഫുള്ള് നമുക്കൊരു ഗ്രാമമുള്ളത് നമ്മൾ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെറ്റാക്കി എടുക്കുക എന്നത്. അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെയും അതുപോലെ അത്രയും നല്ല ഗ്രീനറി ആക്കി മാറ്റി. അപ്പോൾ അതൊരു ശരിക്കും സുധീഷ് ഗുരുവായൂരിൻ്റെ മനസ്സിൽ ഈ പച്ചപ്പ് ഗ്രീനറി അങ്ങ് നിറഞ്ഞു നിൽക്കുന്നുകൊണ്ടാണോ? അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെടുക്കുമ്പോൾ ഇപ്പോൾ 5 മാസം കഴിഞ്ഞു ഇവിടെ. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഈ മാസം, ഇപ്പോൾ ഏപ്രിലല്ലേ, 5 മാസം കഴിഞ്ഞു. ഈ മാസം കൂടി ആകുമ്പോൾ 5 മാസം കഴിയും. വരുമ്പോൾ മൊത്തം ടൈലായിരുന്നു കംപ്ലീറ്റ് ഇവിടെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് പച്ചപ്പും ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഓണറോട് ചോദിച്ചപ്പോൾ ആൾക്ക് ഓക്കെയാണ്, ടൈലും നിങ്ങൾ മാറ്റി എന്താ വേണ്ട ചെയ്യോളം പറഞ്ഞു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം വൈഫും രാഗി അവരൊക്കെ ഉള്ളിലെ കാര്യം നോക്കുമ്പോൾ ഞാനിത് സെറ്റ് ചെയ്യും. കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് ഒരു പച്ചപ്പില്ലാണ്ട് ഒന്നും പറ്റില്ല. ഈ മുരിങ്ങ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, എല്ലാം ഒരു ചെടികൾ മൊത്തം നമ്മൾ കൊണ്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു പച്ചപ്പുള്ളേ, അത്യാവശ്യം വിളവെടുക്കും. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഈ വാഴയുടെ ആ ഇല വാഴയില കണ്ടപ്പോൾ തന്നെ ഇത് തന്നെയാണ് വീട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വന്നു. കാരണം ഈ പരിസരത്ത് അങ്ങനെ ഒരു സാധനമില്ല. അപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, ഇഷ്ടമുള്ള പച്ചപ്പിനോട് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ല പച്ചക്കറി കഴിക്കാം, വില ഈ ബഡ്ജറ്റ് കുറയ്ക്കാം. മാസം വരുന്ന ബഡ്ജറ്റിൽ ഒരു പെർസെൻറ്റേജുകളും പച്ചക്കറിക്ക് പോകില്ല നമ്മളെ. അപ്പോൾ മാത്രമല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറി കഴിക്കുകയും നമ്മുടെ മുന്നിലുള്ള ഒരുപാട് പച്ചക്കറി കിട്ടി കേട്ടോ. ഇപ്പോൾ സീസൺ അപ്പം തന്നെ നമുക്ക് എല്ലാ പച്ചക്കറി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വൈബ് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് താളമൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി വരാറുണ്ട്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഗ്രൂപ്പാണ്. 10-25 ഫാമിലീസ് ഉണ്ടായിരിക്കും. അവർ ഞങ്ങൾ വിഷു, ഓണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വീക്കെൻഡുകൾ ഒക്കെ ഇവിടെ വന്ന് പാട്ടും എനിക്ക് വൈകിട്ട് 6 മണിക്കൊക്കെ എല്ലാവരും വന്നിട്ട് തുടങ്ങുമ്പോൾ പുലർച്ചെ 3 മണി വരെ ഇരിക്കും. ഭയങ്കര രസമാണ്. അതിൽ കുറച്ച് കഴിവുള്ള ആൾക്കാർ, പാട്ടൊക്കെ പാടാനുള്ള ആൾക്കാർ, ഡാൻസ് കളിക്കുന്ന ആൾക്കാർ, അപ്പോൾ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ ഇരിക്കും ഞങ്ങൾ. ഇങ്ങനെ നമ്മുടെ ഒരു സ്പോട്ടാണത്. ശരി. ഏറ്റവും ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണ്? എല്ലാം ചെയ്യാം, എല്ലാ പച്ചക്കറി ചെയ്യാം. ഇപ്പം നെല്ല് നമ്മൾ ചെയ്തെടുത്തെന്ന് പറയുമ്പോൾ ഏറ്റവും വിഷമമുള്ളത് കാണുന്നില്ല, നമ്മുടെ വിള നെല്ലാണ്. പക്ഷെ അതും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ ഉണ്ടാക്കാൻ പറ്റുന്ന. പക്ഷേ ഇനിയിപ്പം ചൂട് കൂടുകയാണല്ലോ. ചൂടുകാല കൃഷി ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ഗ്രീൻ ലൈഫ് എന്ന് പറയുന്ന കമ്പനി, ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മുടെ ബേസ് കമ്പനി, ദുബായിലാണ്. അത് ഞങ്ങൾ വില്ലകൾ, സ്കൂളുകൾ, അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോയേട്ടനൊക്കെ ഉണ്ട്, നമ്മുടെ കോൺഫിഡൻറ്റ് റോയ്, അങ്ങനെ കുറേ വീടുകളിൽ നമ്മൾ അലുക്കാസ് കുറേ സ്ഥലത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ 2 സീസണാക്കും. ഇപ്പോൾ വിൻ്റർ, സമ്മർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശൈത്യകാല കൃഷിയും എന്താ പറയുക വേനൽക്കാല കൃഷി ഉണ്ടല്ലോ. അപ്പോൾ ശൈത്യകാല കൃഷി നമ്മുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റാണ്. ഏപ്രിലിൽ നിന്ന് കംപ്ലീറ്റ് കളയാന്നുള്ളൊരു സംഭവമാണ്. മാർച്ച് വരെയുള്ള ശൈത്യകാലം. അല്ലെങ്കിൽ അപ്പോൾ കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റണം നമ്മൾ. അപ്പോൾ ശൈത്യകാലത്ത് പച്ചക്കറികൾ തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ മുതൽ കോളിഫ്ലവർ, വെക്കുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ക്യാരറ്റ്, റാഡിഷ് ഒക്കെ അതാ, ബീട്രൂട്ടൊക്കെ വരുന്നത് ശൈത്യകാലമാണ്. അപ്പോൾ ഇനി വേനൽക്കാലത്ത് വെണ്ടയ്ക്ക, പച്ചച്ചീര, ചുവന്നച്ചീര, പാലക്ക്, നമ്മുടെ പച്ചമുളക്, വഴുതനങ്ങയൊക്കെ നമുക്ക് അത്. പക്ഷേ ശൈത്യകാലത്തിൻ്റെ കൃഷിയിൽ അത്രയ്ക്ക് വിളകൾ കിട്ടില്ല, പക്ഷേ കുറച്ച് വില കിട്ടും. ഒരു 10 ഐറ്റംസ് കിട്ടും. ആ 10 ഐറ്റംസ് നമ്മൾ വിടാം. പഴയതൊക്കെ കളയും, കംപ്ലീറ്റ് തക്കാളി ഒക്കെ കളയും നമ്മൾ. എന്നിട്ട് കഴിയും. ഓക്കെ. അപ്പം ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കും? സുധീഷ് ഗുരുവായൂർ അല്ലെങ്കിൽ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 055-777-6317 വിളിക്കാം. ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം അവർക്ക്. അങ്ങനെ പിന്നെ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് ചിലർ അതിലും മെസ്സേജ് അയക്കാറുണ്ട്.
അപ്പോൾ വന്നിട്ട് നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ ഇപ്പോൾ ഷാജി ഫോർ എക്സാമ്പിൾ ഷാജിക്ക് വീട് എടുത്തു, അല്ലെങ്കിൽ വില്ലയാണ്, അല്ലെങ്കിൽ ബാൽക്കണിയാണ്. ആ ബാൽക്കണി ഗാർഡനിൽ എനിക്ക് ഇത്ര സ്പേസ് ഉണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര കുറച്ച് പച്ചക്കറി കഴിക്കണം എന്ന് പറയുമ്പോൾ ബാൽക്കണിയിൽ ചെയ്യാൻ പറ്റുന്ന വെർട്ടിക്കൽ ഗാർഡനാണ് ഞങ്ങൾക്ക്. വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന പച്ചക്കറികൾ അതിൽ നിറയെ ചെയ്യാൻ പറ്റും. എന്താ പറയുക, പച്ചച്ചീര, ചുവന്ന ചീര, വെണ്ടയ്ക്ക, ഒടിപ്പയറൊക്കെ ഉണ്ടോ, നാടൻ പയർ, മല്ലിയില, പുതിന, അങ്ങനെ ഒത്തിരി പച്ചക്കറി പറ്റും, കറിവേപ്പ് എല്ലാം പറ്റും. അപ്പോൾ അങ്ങനെ ബാൽക്കണി ഗാർഡൻസ് ഞങ്ങൾക്ക് കുറേ ഉണ്ട്. പിന്നെ സ്കൂളുണ്ട്, വില്ലകളുണ്ട്. അപ്പം ഈ പച്ചക്കറി സംബന്ധമായ എന്ത് ആവശ്യമുണ്ടെങ്കിലും സുധീഷിനുമായിട്ട് പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പിള്ളേർ പോയിട്ട് വളം കൊടുക്കും. ഫുൾ മെയിൻ്റനൻസ് ചെയ്യും അവർ. ആ ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് പോഷകം കൊടുക്കണമല്ലോ, വളർച്ചയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുട്ടികളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് വെള്ളം മാത്രം പോരല്ലോ. അപ്പോൾ ആ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് ആരോഗ്യത്തിൽ നിലനിർത്താനായിട്ട് അവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരാളാവണമെങ്കിൽ നമ്മൾ പോഷകം കൊടുക്കണം. അതേപോലെയാണ് ചെടികൾക്കും. ചെടികളെ വളർത്തിയെടുക്കുമ്പോൾ ചെറിയൊരു ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ചെറിയ വെണ്ടച്ചെടി, വെണ്ടച്ചെടി നമ്മൾ മാറ്റി നട്ടു, വളർന്നു വരുമ്പോൾ അതിന് എല്ലാ ആഴ്ചയിലും ഒരു പിടി വളം കൊടുക്കണം. നമ്മൾ കണ്ടമാനം കൊടുക്കരുത്, ഇച്ചിരി കൊടുത്താൽ എന്നിട്ട് ആ കൊടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ വളർന്നു ഇങ്ങനെ ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ആഴ്ചയിലും 10 ദിവസം കൂടുമ്പോഴോ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ അത് തിരിച്ച് നമുക്ക് ഫലം തരും. വെണ്ടയ്ക്ക തരും. അത് പച്ചമുളകും അങ്ങനെയാണ്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് വെള്ളം കുഴിച്ചിട്ട് അല്ലെങ്കിൽ കുഴിച്ചു വെച്ച് വെള്ളം ഒഴിക്കുന്നു. ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ചിലർ നമ്മുടെ കിച്ചണിലെ കട്ടിംഗ് വേസ്റ്റുകൾ ഇടും. കട്ടിംഗ് വേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അത് സാധാരണ ഒരു നോർമലായ ചെറിയ ചെടി, ഫോർ എക്സാമ്പിൾ പച്ചമുളക് ചെടി തന്നെ, അതിന് കട്ടിങ് ഓടി കൊണ്ടിട്ട് അതിൽ കൊണ്ട് മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ഈച്ചകൾ വരും. അപ്പോൾ കുറേശ്ശായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. അതല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിച്ച് പോകും. കൂടുതലാകുമ്പോൾ വളർച്ച മുരടിക്കും, കറക്റ്റ് പോവില്ല. അത്രയ്ക്കും വേണ്ട, സ്വല്പം മാത്രമാണ് വളം വേണ്ടോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിൻ ഇതിന്. ചൂടുകാല കൃഷിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ 55 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി ഇതൊക്കെ പച്ചക്കറി ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും പച്ചക്കറി ഉണ്ട്. അത് നോൺ സ്റ്റോപ്പാണ്, 12 മാസം കൃഷിയാണ്. പക്ഷേ 2000 ഇരിക്കും ഞങ്ങൾ. എന്താണോ വേണ്ടത് അല്ല, ശൈത്യമാണോ ചൂടുകാല കൃഷി ആണെങ്കിൽ ചൂടല്ല വരാൻ പോണത്, അപ്പോൾ ചൂടുകാല കൃഷി ചെയ്യും. അത് ശ്രദ്ധിക്കണം നമ്മൾ. സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കില്ല. ആൾക്കാരെ തക്കാളി വെച്ച് നോക്കും ചൂടുകാലത്തും, പക്ഷെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മനസ്സുകൊണ്ടാകും, അയ്യോ ഒന്നും ഉണ്ടാവണില്ലല്ലോ അല്ലേ, അങ്ങനെ ചിന്ത വരും നമുക്ക്. അപ്പോൾ അങ്ങനെ മനസ്സ് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ വെച്ചിട്ട് ഒന്നും ഉണ്ടാവണില്ല സുധീഷ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വെച്ച്, ഞാൻ കുറച്ച് തക്കാളി വെച്ചു. അപ്പോൾ ഞാൻ ഈ സമയം മല്ലി വീട്ടിലേക്ക് മല്ലി ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ജൂൺ ജൂലൈയിലൊക്കെ മല്ലി വെച്ചാൽ ഉണ്ടാവില്ലല്ലോ, നല്ല കഠിന ചൂടല്ലേ. അപ്പോൾ ചൂടുകാലത്ത് ചെയ്യാൻ പറ്റാവുന്ന കൃഷി ചെയ്യാം. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. നാടൻ കോഴിയുടെ കോഴിയുണ്ട്. കോഴി നമുക്ക് നാടൻ മുട്ട കഴിക്കാമല്ലോ. കാരണം കുറേ ഒന്നുമില്ല, 4-5 കോഴിയുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം 2 മുട്ട വീതം എല്ലാ ദിവസവും കിട്ടും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കഴിഞ്ഞ് പോവും. ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ നമുക്ക് ഒരു ബഡ്ജറ്റ് കുറയ്ക്കാം, അതൊക്കെ ഇതിൽ പെട്ടതാണ്. നമ്മുടെ ആ ഒരു കാൽക്കുലേഷനിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതല്ലേ എല്ലാം തകിടം മറിഞ്ഞു പോകും. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും കൂടുതൽ വിവരങ്ങളുമായിട്ട് സുധീഷ് ഗുരുവായൂരിനോട് ചേരുന്നതാണ്.